അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. ശരിയാണ്, എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട. ആളുകൾ എന്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള. എന്തായാലും മാറ്റിനിയോട് ജനങ്ങൾ വിധിയെഴുതും, ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം. രേഖാചിത്രം സൂപ്പർ സാധനം കേട്ടോ, ഒരു രക്ഷയിലാട്ടോ, ഗംഭീര സിനിമ. രേഖാചിത്രം ആ സിനിമ, എന്താ സ്ക്രിപ്റ്റ്, എന്താ സ്ക്രീൻ പ്ലേ, എന്താ ഡയറക്ഷൻ. ഡയറക്ടറിന്റെ പേര് എടുത്തു തന്നെ പറയണം, ജോഫിൻ ടി ചാക്കോ. കഴിവും പരിശ്രമവുമാണ് ഒരാളെ ആരെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്നത്. അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. സ്ക്രിപ്റ്റിനകത്ത് ബ്രില്യൻ്റ് ആയിട്ടുള്ള പരിപാടികളുണ്ട്. മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു AI വേർഷൻ വരും. രേഖാചിത്രത്തിലെ മമ്മൂട്ടി ചേട്ടന്റെ രംഗങ്ങൾ ഇന്ന് സിനിമാ പ്രേമികളുടെ കയ്യടികൾ വാരിക്കൂട്ടുകയാണ്. പല വമ്പൻ ബജറ്റ് ചിത്രങ്ങൾക്കും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാതിരുന്ന AI സാങ്കേതിക വിദ്യയെ അതിഗംഭീരമായി സ്ക്രീനിലെത്തിക്കാൻ രേഖാചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞുവെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അത് ആ സിനിമയുടെ കഥയിൽ, സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട്. അപ്പൊ അതിനോട് ഞാൻ മാറിയെന്ന് കഴിഞ്ഞാൽ ആ സിനിമയാവില്ല. ലാലേട്ടനും മമ്മൂട്ടി സാറെന്നും അഡ്രസ് ചെയ്യുന്നതിന്റെ എന്തുകൊണ്ടാണ്? അത് എന്താ പറയുക, ചേട്ടൻ, മൂത്ത ചേട്ടനാണ് നമ്മുടെ ലാലേട്ടൻ. മറ്റത് പാട്രിയാർക്കാണ്, കുലപതിയാണ്. ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നതൊക്കെ എന്റെ സ്വന്തം അനുഭവങ്ങളാണ്. മമ്മൂട്ടി ചേട്ടാന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയത് ഞാൻ അതെന്ന് പറഞ്ഞിട്ടുള്ളതില്ല. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും നമ്മളില്ലെങ്കിൽ പിന്നെ അവർക്കത് എടുക്കാൻ പറ്റില്ല. ബ്രില്യൻ്റ് തോട്ടാണ്. അങ്ങനെ ഇല്ലാത്ത, അതായത് ഈ പാരലൽ ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കണ്ടേ, അത്രയും ചെയ്തിട്ട് സിനിമ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു മലയാള സിനിമ എന്നുള്ളൊരു സപ്പോർട്ട് ഉറപ്പായിട്ടും ഈ സിനിമ അങ്ങനെ സപ്പോർട്ട് ഇല്ലാതെ സംഭവിക്കുന്ന സിനിമയല്ല. നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലാവും. ഒരുപാട് പേര് ഇതിന് പിന്തുണച്ചാൽ മാത്രമേ ഈ സിനിമ സംഭവിക്കുള്ളൂ. അങ്ങനെയൊരു പിന്തുണ കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സിനിമയിൽ മമ്മൂക്കയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? മമ്മൂക്ക ഇല്ലാതെ, മമ്മൂക്കയുടെ സമ്മതം ഇല്ലാതെ ഈ സിനിമ നടക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയൊന്നും പറയില്ലടാ, ഞാനില്ലേ. ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് മമ്മൂക്കയോടാണ് ഞാൻ ഈ കഥ ആദ്യം പറഞ്ഞത്. എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, മമ്മൂക്ക സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ തിരക്കഥയുമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും ഞാനുണ്ടാവും. പ്രിയപ്പെട്ട രേഖയ്ക്ക് സ്നേഹപൂർവ്വം, മമ്മൂട്ടി ചേട്ടൻ. കലക്കിയറ, നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി.